ഇപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ കല്യാണം. ആരുടെ കല്യാണം? ചന്തിക്കുടിയല്ലേ? ദൃശ്യയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ കോഴിക്കോട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവരുടെയും കല്യാണം നമ്മുടെ വ്ളോഗിൽ വരും. ഇവൻ്റെ കല്യാണം വരും, നിന്റെ കല്യാണം ഇല്ല, വൈഷ്ണവിൻ്റെ വരില്ല. വൈഷ്ണവ് ഒളിച്ചോടും എന്നാണ് പറയുന്നത്. നമുക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അവൻ്റെ ചെസ്റ്റ് മൗണ്ടിലൊരു കോപ്പറോ ഒക്കെ സെറ്റ് ചെയ്ത് ഒളിച്ചോടാൻ വിടാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്ക് ഇന്ന് ഹൽദി ഉണ്ട്. ഹൽദിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഇടയിൽ ഡാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഞാനിപ്പോൾ പോയി ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, പിങ്ക് കളറ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഓക്കെ. ഇതല്ല നിന്റെതുമല്ല, ഞങ്ങൾ മാത്രം സെയിം. നമുക്ക് നോക്കാവേ, ഒന്നും നോക്കാനില്ല. ഇതല്ല, ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇവന്റിന് എന്നിട്ട് നമ്മൾ ഇതിട്ടിട്ട് ദൃശ്യനോട് ചോദിക്കും. ഇവന്റേതാണ് കറക്റ്റെങ്കിൽ ഇവൻ എനിക്ക് ബിരിയാണി മേടിച്ചു തരും. ഇവന്റേതാണ് കറക്റ്റെങ്കിൽ ഇവൻ എനിക്ക് ബിരിയാണി മേടിച്ചു തരും. ഇല്ല, മോശമാണ്. കളിക്കണം, ഡാൻസ് കളിക്കണം. ഞാൻ ബാക്ക് സ്റ്റേജിൽ ഡാൻസ് കളിക്കും. എങ്ങനെ? നിങ്ങൾ സ്റ്റേജ് കളിച്ചോ, ഞാൻ എല്ലാത്തിന്റെ ബാക്കിൽ കയറി കളിക്കും. അത്രേ ഉള്ളൂ. ആ കളി ഇവിടെ നടക്കില്ല. വെൽക്കം ബാക്ക് ടു ശേഖർ വ്ളോഗ്സ്. അതെ. പൈനാപ്പിൾ സുന്ദരനല്ല. കുട്ടിയുടെ നാളെ ഏതാ? മൂലം. എന്ത് കോലടപ്പാ? ഓ നിന്നോക്കെ ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മേടിച്ചേ. പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഷഡ്ഡി കൂടി മേടിച്ചിട്ടൂടെ? അതൊക്കെ ആര് കാണാനാ? ഞാൻ കണ്ടല്ലോ ഇപ്പൊ. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. ലാസ്റ്റ് മിനിറ്റിൽ ഡാൻസ് കളിക്കാൻ പോവാ. ഇപ്പൊ ഇറങ്ങാൻ ടൈമായി. 4 മണിക്കാണ് പരിപാടി. ഇത് ഒരുത്തി ഡാൻസ് കളിക്കാനായിട്ട് പ്രാക്ടീസിന് വിളിച്ചേക്കാം. ഒന്നും അറിയത്തില്ല. ബാബാ പെട്ടെന്ന്. ഗൈസ് ടൈമായി. അപ്പം നമ്മൾ ഓൺ ദ വേ ടു ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങോട്ടാ പോണേ? നമ്മള് ദൃശ്യയുടെ ഹൽദിക്ക് കളിക്കേണ്ട ഡാൻസ് 4 മിനിറ്റ് മുന്നേ പഠിച്ചേ. 4 മണിക്കാ പഠിച്ചു തുടങ്ങിയത്. ഇറങ്ങിയത് 4:30. ഓക്കെ. Recommending changes when it is needed. Then recommending assortment changes based on productivity. Like we have an. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ മഹേഷിന്റെ സ്ഥലത്തെത്തി. പക്ഷേ ഇപ്പോഴും കാറിലിരുന്ന് അതാ മീറ്റിംഗ്. ഏതോ കാടിന് നടുക്കാണ് സ്ഥലം. വഴി പോലില്ലടാ. 1 eternity later. മീറ്റിംഗ് കഴിഞ്ഞു ഇറങ്ങി പിങ്ക് കയറി വരുമ്പോഴുള്ള ബോർഡ് കാണിച്ചു തരാം. പിങ്ക് വൈബ് ആൻഡ് ഹെൽത്തി ഹൈറ്റ്സ് കം സെലിബ്രേറ്റ് വിത്ത് us. അജയ് ആൻഡ് ദൃശ്യ. അതെ, താറ് വന്നിട്ട് താറ് വരെ പെട്ടുപോയി. ഈ കാട്ടി കൊണ്ടുവച്ച ദൃശ്യനൊക്കെ എന്താ പറയണ്ടെന്നറിയോ? നേരെ ഫ്രണ്ടിൽ 6. ആറല്ലേ അത്? പിന്നെ കായലാണത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇത് വെച്ചത്. ഞാനും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? ലേറ്റോ? കറക്റ്റ് ടൈമിംഗാണ്. ഇവിടെ പരിപാടി തുടങ്ങിയിട്ടില്ലല്ലോ. എന്ത് ബ്രേക്ക്? അമേരിക്കക്കാരി അമ്മായി.
അപ്പോൾ നമുക്ക് ദൃശ്യം കണ്ടിട്ട് വരാം. ദൃശ്യനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്നിട്ടും കണ്ടില്ല. ഹലോ, എവിടെ വരുന്നു? എല്ലാവരും ദയവേത് ഇരിക്കൂ അക്ഷരങ്ങളിലേക്ക് ഇരിക്കൂ. ഹലോ, നമസ്കാരം. ഇല്ലില്ല, ഇത് നല്ല അതെ ഇല്ല, നീ ആ സൈഡിൽ നിന്നാ മതി. നല്ലതാ. പെണ്ണ് ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ ചെറുക്കൻ്റെ ഇവിടെ പാട്ട്. എങ്ങനെയുണ്ട്? റോസ് മിൽക്ക് എങ്ങനെയുണ്ട്? കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. കട്ട്ലറ്റ് നമുക്ക് റേറ്റ് ചെയ്ത് നോക്കാം. ഫുള്ള് മാനീസാ. വെജ് ചതിച്ച് പരിപാടി മൊത്തം വെജാണോ? അതിശയമേ അസൈണ്ട് പോകും നീ എൻ്റെ അതിശയം. എത്തി ബാക്കി എത്തി. അസർമുല്ല മുന്നിലേക്ക് വരേണ്ടതാണ്. ഗെയിമോ? പാട്ട് വെക്കുമ്പോൾ ഡാൻസ് കളിക്കുക, പാട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പിൽ പോസ് ചെയ്യുക, അങ്ങനെ ഒരു ഔട്ട്. ഇത് ട്രയലായിരുന്നു, നേരത്തെ പറയണ്ടേ? ട്രയലായിരുന്നു. Wow, that was a good freeze. Crazy, everybody's in a good momentum. Let's keep moving. I like your beauty, I like your fashion. Shake it, like you take it, leave it എല്ലാവരും ഭയങ്കര ചാലഞ്ചിങ് ഗെയിമാണല്ലോ. ആരും വിട്ടുകൊടുക്കാതെ ഫുൾ പവർ എല്ലാരും ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയല്ലേ. വിട്ടുകൊടുക്കാത്ത കടുത്ത കോമ്പറ്റീഷൻ.
ഔട്ടായി പോയി. ലാസ്റ്റേക്ക് ഞങ്ങൾ മാത്രം ബാക്കിയായി. A few moments later. ഔട്ടായി ഗൈസ്. ചതിച്ചടാ. Alright guys, ചെറിയൊരു ട്വിസ്റ്റ് വരുന്നതാണ്. ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാട്ട് പോസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പോസറിനാണ്. അടിപൊളി. ഏറ്റവും ഉള്ള പോസാരുടെ അവരാ ഏറ്റവും ഒരു തവണയും കൂടെ ഒരു തവണയും കൂടി ലാസ്റ്റ് ഫൈനലാണ്. ഫൈനൽ. ആഹാ Poses here. Come on couples, we are അവനൗട്ടാക്കി വിട്. അവനെന്താ പ്രാർത്ഥിച്ചിരിക്കണം. സ്വന്തം ക്ലാസ്സിലുള്ളവരെ തന്നെ തോക്കണെന്നാ ഔട്ടാക്കണെന്നാ Best poser. The best poser gets the award. നിഫ്റ്റിന്ന് പിള്ളേരെ വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ തീർക്കേണ്ട പരിപാടി ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ആയി പോകും. സാരില്ല, കുഴപ്പമില്ല. മുമ്പിലേക്ക് വരുന്നതാണ് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അവന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഒരു കുപ്പിയാണ് അവന് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പെണ്ണിന്റെ വീട്ടുകാരുടെ പരിപാടിയാണ്. നമ്മുടെ ഡാൻസ് പരിപാടിയാണ്. 5 മിനിറ്റിൽ ഡാൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം SRK ഇപ്പൊ ഇട്ടെന്ന് വിചാരിച്ചു. ടോമി ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഡാൻസ് കളിക്കാൻ പോവാ. അല്ല, ഞാൻ അത് കൊടുക്കാം. അതൊന്നും വേണ്ട, ഇതിലെടുത്താൽ മതി.
തട്ടിക്കൂട്ടി 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 തട്ടിക്കൂട്ടെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കണ്ടിട്ടില്ല. ഡാൻസ് കളിക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ കയറി ഡാൻസ് പഠിച്ചിട്ട് കളിച്ച ഡാൻസ് ആണ്. അല്ല ഏതാ പാട്ടെന്ന് പോലും അറിയാണ്ട് കളിച്ച ഡാൻസ്. പാട്ടൊന്നും അറിയില്ല, സ്റ്റെപ്പ് പോലും അറിയില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. എന്താ പറയാനുള്ളത്? കളിക്കാൻ പറ്റില്ല. അതിനാരാ പഠിച്ചേ? ഡാൻസ് ഒറ്റ കളിക്കണ്ടായിരുന്നല്ലോ. കപ്പിൾ ഡാൻസോ? കപ്പിൾ ഡാൻസോ? നിങ്ങളാണോ ഡാൻസ് കളിച്ചേ? ഒരു രക്ഷയില്ലായിരുന്നു ബ്രോ. ശാസ്ത്രീയമായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് 5 വർഷം. 5 വർഷം അതിന്റെ ഒന്നും കണ്ടില്ലല്ലോ. മായുഷായിരുന്നു നമ്മുടെ ലീഡ്. അങ്ങനെ പറയരുത് കേട്ടോ. വൈഫ് നല്ല കിടലിനായിട്ട് കളിച്ച് ഞാൻ എന്റെ പേരിനെ തപ്പുമ്പോ അവിടെ ഇവിടെ മാറി ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇടുക. ചെറുക്കനും പെണ്ണോണ്ടിരിപ്പുണ്ട്. ഇവിടെ പരിപാടി ഒന്നും നടക്കാത്തതിനാൽ വൈഷ്ണവിന്റെ ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ്. പാട്ടല്ലേ സെറ്റാണ്. ലഡ്ഡു എടുത്തരട്ടെ? ലഡ്ഡു എടുത്തരട്ടെ? ഇത് വേണം. ഇത് കഷ്ടാണിത്. ഞാൻ എടുത്തോളാം. വരുന്നുണ്ട് കുളിപ്പിക്കാൻ. അതിനെപ്പോ കഴിഞ്ഞോ? ഞാനവിടെ ശരി എന്ത് A few moments later. ഇപ്പുറത്തൊരു കുത്ത് ഇപ്പുറത്തൊരു കുത്ത്. ഞാനവിടുത്തെ പ്രതിഷ്ഠ വായിലാക്കുന്നില്ല അപ്പൻ. ആ നിമിഷം എത്തി. എന്താണ് ഇനി നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാട്ടെ. റെഡിയല്ലേ? റെഡിയല്ലേ? തീർച്ചയായും മെനു സത്യം പറയണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. അങ്ങനെ പറയരുത് പ്ലീസ്. ഞാനും പോകുന്നുണ്ട് ജിമ്മിലൊക്കെ. എങ്ങനെ പറഞ്ഞാലും ക്യാമറ വെച്ചോണ്ടിരുന്നോളൂ. അളിയനൊരു ഇടയിൽ കൂടെ ഞാൻ ജിമ്മിൽ പോകാറുണ്ടത്. മെനു നോക്കി നോക്കാം അല്ലേ? നമ്മൾ റേറ്റ് ചെയ്യും. ഫുഡ് കഴിച്ച് റേറ്റ് ചെയ്യുന്നത് നമുക്ക് ചന്ദനായിരിക്കും. ചന്തു അവൻ എന്ത് കഴിച്ചാലും റേറ്റ് വരില്ല. ഇപ്പോ ജിമ്മിൽ പോകുന്നോണ്ട് ചന്തു കുറച്ച് ഡയറ്റിലൊക്കെയാണ്. ഇല്ലെങ്കിൽ ഇവിടെയുള്ള ഫുഡൊക്കെ ഒറ്റയ്ക്ക് കഴിച്ചാണ് റേറ്റ് ചെയ്ത് തന്നെ. ഞാൻ ജിമ്മിൽ പോകണ്ടെങ്കിലും ഭയങ്കര കിട്ടിയ അത് വെറുതെ രാവിലെ തൊട്ട് കഴിക്കാണ്ട് 7 മണിക്ക് എത്തുന്നത് 12 മണിക്കാണ് എത്തി. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് മേടിച്ച് താടാൻ പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി സദ്യ കൊണ്ടുപോയി. ഓണമല്ലേ എന്നാണ് ഓണം. പിന്നെ അശ്വതി എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചേ കഴിക്കും. അതെ കുറച്ച് കഴിക്കുന്ന നമുക്ക് നോക്കാം. ചിക്കൻ ഹരിയാന കുറുമ. ഹരിയാന ചിക്കൻ കുറുമ. ഹരിയാന ചിക്കൻ കുറുമ. ചെമ്മീന്.
ഡയറ്റില്ല കുറച്ചുകൂടെ ആവാലോ. നമുക്കിനി ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഫുഡ് ബ്ലോഗിങ്? ചേട്ടൻ ഡയറ്റിലാന്നല്ലേ പറഞ്ഞേ? ഡയറ്റ് ഒന്നും പറഞ്ഞില്ല. ഡയറ്റൊക്കെ ഇങ്ങനെ ഹൽദി വിജയകരമായിട്ട് തീർച്ചിരിക്കുന്നു. ഇനി അടുത്തത് കല്യാണമാണ്. അപ്പോ കല്യാണത്തിന് കാണും വരെ ബൈ 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 ബൈ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പോ ബൈ.